ഷാരിഖാണ് എവിക്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ഷാരിഖിൻ്റെ ഒരു അൺഫെയർ എവിക്റ്റഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് മുൻപേ പോകേണ്ട ഒരുപാട് ആൾക്കാർ ആ ഹൗസിലുണ്ട്. പക്ഷേ ഷാരിഖ് എന്താ പോയത് എന്നുള്ള ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ മേ ബി എന്നാലും പോകേണ്ട ഒരു ആളായിരുന്നില്ല. കാരണം ക്യാമറയിൽ പോലും വരാതെ നിൽക്കുന്ന രേണു സുധി, പിന്നെ ശൈത്യ, പിന്നെ അതുപോലെ 2-3 ആൾക്കാർ, അവരൊക്കെ ആയിരുന്നു ശരിക്കും ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഷാരിഖ നല്ലൊരു സ്പോക്കണറും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നല്ല സ്ഫുടതയോടുകൂടി മലയാളത്തിൽ നല്ല എന്താണോ പറയുന്നത് അതിന് ഓൺ ദ സ്പോട്ടിലൊരു മറുപടി, നല്ല അച്ചടി ഭാഷയിൽ മറുപടി കൊടുക്കാൻ പറ്റിയ ഒരാളായിരുന്നു ഷാരിഖ. ഗെയിമൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഒരു ഗ്രൂപ്പിസത്തിൽ പെട്ടുപോയി. ഇവിടെ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കളിക്കുമ്പോഴേ അത് ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഗ്രൂപ്പ് കൂടി കളിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർ ഒന്ന് ലെക്കായി പോകും. പക്ഷേ ചിലരവിടെ പിന്നെ വീണ് പോകാനും ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നല്ല നിലപാടുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം ആരോടാണ് എന്താണ് പറയേണ്ടത് അങ്ങനത്തെ യാതൊരു മടിയും ഇല്ലാത്ത, എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക, ചെയ്യാൻ പറ്റാത്ത സംഗതിയാണെന്നുണ്ടെങ്കിലും അതിന് പറയേണ്ട രീതിയിൽ അത് പറയുന്ന ഒരാളായിട്ടാണ് ഷാരിഖിനെ തോന്നിയിട്ടുള്ളത്. 4 ആൾ എവിക്റ്റഡായി പോയതിലും 4 ആൾക്കാർ നമുക്ക് എന്താ പറയുക, കുറച്ചെങ്കിലും ജനങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ് പോയിട്ടുള്ളത്. അതിൽ എനിക്ക് പേഴ്സണലി അറിയാത്തത് പിന്നെ ആർജേനെ മാത്രമാണ് കേട്ടോ അറിയാത്തത്. ബാക്കി 3 ആൾക്കാരെയും അറിയാം. പക്ഷേ അറിയുന്ന ആൾക്കാരെ തന്നെയാണ് പിന്നെ ബിഗ് ബോസ് എവിക്റ്റഡ് ആക്കുകയും ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഷാരിഖ പോയ സങ്കടത്തിൽ രേണു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഹൗസിൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഷാരിഖ പറയുന്നുണ്ട് എന്തായാലും ഈ നെക്സ്റ്റ് വീക്ക് എന്തായാലും പുറത്തെത്താൻ മതിയാവുന്നത്. പക്ഷെ അത് പറഞ്ഞപ്പോഴേക്ക് രേണുവിൻ്റെ മുഖം എന്താ പറയുക ഭയങ്കര ഡള്ളായി പോയിട്ടുണ്ട്. അതുവരെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഷാരിഖിനെ കണ്ടപ്പോൾ പിന്നെ ആൾക്ക് വലിയൊരു കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്താ പറയുക ഹൗസിലെ കാര്യങ്ങൾ. കാരണം നമുക്കെപ്പം എവിക്റ്റഡ് ആവും സേവ്ഡ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും സേവ്ഡ് ആവുന്ന ആൾക്കാർ എവിക്റ്റഡ് ആവും, എവിക്റ്റഡ് ആവുന്ന ആൾക്കാർ സേവ്ഡ് ആവും. പക്ഷേ ഞാൻ ഈ ആഴ്ച വിചാരിച്ചിരുന്നത് ഒന്നുകിൽ ഒണിയൽ അല്ലെങ്കിൽ റെന ഫാത്തിമ പോകുന്നതാണ് കേട്ടോ. പക്ഷേ അവർ 2 പേരുമല്ല, ഒന്ന് കളിച്ച് തുടങ്ങുമ്പോഴേക്ക് ഷാരിഖിനാണ് എവിക്റ്റഡ് ആക്കിയിട്ടുള്ളത്.